നേരം ഉച്ചയായി. ഒരു മിനിറ്റ് കൂടി അമ്മേ. ഈ 1 മിനിറ്റ് പറയാൻ തുടങ്ങി 1 മണിക്കൂറായല്ലോ. അപ്പൊ അമ്മയല്ലേ ഉച്ചയെന്ന് പറഞ്ഞത്? അമ്മയുടെ ഒരു കോമഡി. സ്കൂളില്ലാത്ത ഒരു ദിവസമെങ്കിലും ഉറങ്ങാൻ സമ്മതിക്കമ്മേ. മതി മതി ഉറങ്ങിയത്, എണീറ്റേ. നമ്മുടെ കാക്കകളൊന്നും കാണാത്തെ? അതെന്താണെന്നോ, നമ്മുടെ കാക്കകളൊക്കെ കുളു മണാലിലേക്ക് ടൂറ് പോയതാ. എടാ, ഞാൻ ഇപ്പോഴും ഓർത്തത് നമ്മുടെ അമ്മയുടെ ആ ടൂർ പ്രോഗ്രാം എന്തായി? അമ്മ എപ്പാ പോകുന്നത്? ആ ലേഡീസ് ടൂറല്ലേ? ഭയങ്കര പ്ലാനിങ് ഒക്കെ നടത്തുന്നത് കണ്ടല്ലോ. കാശ്മീർ യാത്രയാണെന്നാ കേട്ടത്. 5 ദിവസത്തെ യാത്ര എത്ര? എന്നിട്ട് എന്തായി? വിവരം അറിയാൻ അമ്മ പോയിട്ടുണ്ട്. അമ്മ വന്നാൽ അറിയാം. എടി, നമുക്കൊരു റീൽ ചെയ്യാം. ശരിയാ, കുറെ ദിവസമായി പാർവണയും അശ്വിനും ഒക്കെ റീൽ ചെയ്യാമെന്ന് പറയുന്നു. എന്നാ നമുക്ക് അവരെയൊക്കെ വിളിക്കാം. ഞാൻ ഇന്നലെ തന്നെ അവർക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അവരിപ്പോ ഇങ്ങെത്തും. എന്നാ വേഗം റെഡിയാവ്. ഇതൊക്കെ തന്നെ മതി. ആ, ഇവരൊക്കെ എത്തിയല്ലോ. നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് കളിച്ച ഡാൻസിന്റെ പാട്ടെടുത്താലോ? ആ, വിപിന മിസ്സും ടീമും അല്ലേ? ആ, അത് മതി. അത് നല്ല രസമായിരുന്നു കാണാൻ. ആരും തെറ്റിക്കരുത്, വേഗം നോക്കാം. അമ്മ വരുമ്പോഴേക്കും തീരണം. നീയാ തെറ്റിച്ചേ, നീയാ തെറ്റിച്ചേ, നീയാ തെറ്റിച്ചേ. നമുക്കൊന്നുകൂടി എടുക്കാം. ഇത് അവസാനത്തെയാണ്, ഒന്നുകൂടെ എടുക്കാം. മതി, നാളെ സ്കൂളിൽ വെച്ച് കാണാം. എടാ, അതാരാ നമ്മുടെ വീട്ടിനുള്ളിൽ? എവിടെ എവിടെ? നീ കാണുന്നില്ലേ? അയ്യേ, ഇതെന്താ രൂപം? ആരാ ആരാ? ഞാനാണ് ഏലിയൻ. എവിടെയും എപ്പോഴും പ്രത്യക്ഷപ്പെടാം. എന്താ തന്റെ ഉദ്ദേശം? എന്തിനാ ഇവിടെ വന്നത്? ഞാൻ നിങ്ങളുമായി കൂട്ടുകൂടാൻ വന്നതാ. കൂട്ടുകൂടാനോ? ഇവിടെയുള്ളവരെ കൊണ്ട് തന്നെ പൊറുതിയില്ല. അപ്പോഴാ അന്യഗ്രഹ ജീവി. അന്യഗ്രഹമല്ല, അനുഗ്രഹമായി തീരും. നോക്കിക്കോ. എടാ, എനിക്ക് നല്ല വിശപ്പ്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അമ്മ എന്താ ഉണ്ടാക്കി വെച്ചതെന്ന് നോക്കാം. വാ, കഴിക്കാം. ഹലോ മാഷേ, അതവിടെ വെച്ചേ. അമ്മ കഴുകി വെച്ചോളൂ. നമ്മൾ കഴിച്ച പാത്രം നമ്മളല്ലേ കഴുകി വെക്കേണ്ടത്? ഇവിടെ അമ്മയാ പാത്രം കഴുകുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും. അമ്മ കഴിച്ച പാത്രം എപ്പോഴെങ്കിലും നിങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടോ? ഇല്ല. അമ്മയ്ക്കും വേണ്ട ഒരു വിശ്രമം. ഓ, ഒരു പുതിയ ആശയം. ആ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് വിയർപ്പിന്റെ അസുഖമുണ്ട്. എനിക്ക് പറ്റുന്നത് ചുമ്മാ ഇരുന്ന് TV കാണാനും ഗെയിം കളിക്കാനും. ഇത് മാത്രം. എന്റെ ഹോംവർക്ക് പോലും ഞാൻ കോപ്പി അടിക്കുന്നത് കാർത്തിക്കിനെ നോക്കിയാ. എനിക്ക് ഹോംവർക്കേ ഇല്ല, ഓൺലി സ്കൂൾ വർക്ക്. അതിന് ഞാൻ മിസ്സുമാരുടെ മുമ്പിൽ പെടുന്ന പാട് എനിക്കേ അറിയൂ.
ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്ക് ഒരുപാട് പവറില്ലേ, അതിൽ ഇത്തിരി നമുക്ക് തരുമോ? എന്റെ പവർ തരാനോ? അതൊന്നും പറ്റില്ല. മറ്റുള്ളവരെ കട്ടെടുക്കുന്നതിൽ വിരുദ്ധനല്ലേ നീ? നീ എന്താ കുറവാണോ? കുറവല്ലടാ, അധികം. എന്താ അധികം എന്നാ മനസ്സിലാവാത്തത്? നീ നിന്ന് അധികം തിരിയാതെ കേറി വാടാ. കേറി കൊത്താതിരിയടി. അല്ല, നമ്മുടെ യാത്രയുടെ പ്ലാനിങ് ഒക്കെ എന്തായി? നമുക്ക് ഇവിടുന്ന് പ്ലെയിനിൽ തന്നെ പോകണം. യാത്ര അങ്ങനെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം വേണം. എനിക്ക് ഷവർമയും കുഴിമന്തിയും ഒക്കെ കഴിക്കണം. എനിക്കെന്റെ അമ്മായിയമ്മ പേടിക്കാതെ കിടന്നുറങ്ങണം. മുറ്റമടിക്കാതെ 5 ദിവസം കഴിയാലോ. ഇതൊക്കെ നടക്കോ? നമ്മുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ എവിടെ? 4-ാം വാർഡിലെ അനിതയും ലതയും മറ്റ് 2 പേരും വരുന്നില്ലാത്രേ. ഇനിയിപ്പോ ആരാ ഉണ്ടാവുക? പ്ലാൻ ചെയ്യൽ മാത്രമാവുമോ? ഞാൻ കുറെ വീരവാദമൊക്കെ മുഴക്കിയിട്ടാ വരുന്നത്. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. എടാ, നിങ്ങളെയൊക്കെ എന്നാ വേണ്ടത്? സ്കൂളില്ലാത്ത ദിവസം ഫോണിൽ തന്നെ. അമ്മയ്ക്കറിയില്ലേ, നമ്മളൊരു ദിവസം വൈറലാവും. ആ വൈറലായതിന്റെ കുഴപ്പമാ ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിന്റെ വായിൽ നിന്ന് കേൾക്കാൻ ബാക്കിയില്ല. ഹോംവർക്കും ചെയ്യില്ല, പഠിക്കില്ല. പോയി എന്നെങ്കിൽ എടുത്ത് വായിക്കടി. അതിരിക്കട്ടെ, അമ്മയുടെ ടൂർ പ്ലാൻ എന്തായി? എന്താവാൻ, തുടക്കത്തിൽ 25 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 5 പേരായി. ഇനി പോകുമ്പോൾ എത്രയാവോ ആവോ, ഇത് നടക്കുമെന്ന് പോലും അറിയില്ല. എന്നാ ഒരു സംശയവും വേണ്ട, കഴിഞ്ഞ വർഷത്തെ ചിക്കമംഗളൂർ പോലെ തന്നെയാവും അല്ലേ അമ്മേ? എന്തൊക്കെയായിരുന്നു, മലപ്പുറം കത്തി, അമ്പും വില്ലും, പവനായി ശവമായി. അമ്മയ്ക്ക് സങ്കടായോ അമ്മേ? നീ മിണ്ടാതെ പോകുന്നുണ്ടോ? അമ്മ, ഞാൻ സ്കൂളിൽ പോകുമ്പോ എനിക്ക് ചിക്കൻ ഉണ്ടാക്കി തരണേ. കോഴിയുടെ വിചാരം മാത്രമേ ഉള്ളൂ, അവസാനം നീ ഒരു കോഴി ആവോ? അമ്മേ, ക്ലാസ്സിന്നേ ഇതാ കേൾക്കുന്നേ, ഇനി അമ്മയും തുടങ്ങിയോ? ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ടൂറ് പോയവരൊക്കെ എത്തിയോ? ഇല്ല സാറേ. എന്നാ നമുക്കിന്ന് ഔട്ട് ഓഫ് സിലബസിലെ ചില കാര്യങ്ങൾ പഠിക്കാം. ഏത് ബസ്സിന്നാ സാറേ നമ്മൾ ഔട്ടായത്? ബസ് അല്ലടി, സിലബസ്. ഓ, ഇതിനെയൊക്കെയല്ലേ ഞാൻ പഠിപ്പിക്കേണ്ടത്? കേൾക്കേണ്ടത് ഞങ്ങളും. അപ്പോ നമുക്ക് കണക്ക് പഠിക്കാം. ഞാനൊരു മനക്കണക്ക് ചോദിക്കാം. ചോദിക്ക്. മനക്കണക്കാ, ബുക്ക് വേണ്ട. എന്റെ കയ്യിൽ 7 തേങ്ങയുണ്ട്. എവിടുന്ന് കിട്ടി സാറേ? ദാ ഇവിടെ ശ്രദ്ധിക്ക്. 2 എണ്ണം അനിലിന് കൊടുത്തു. എനിക്ക് വേണ്ട സാറേ, വൈകുന്നേരം കൊണ്ടുപോകാൻ പാടാ. മനക്കണക്കാടാ, 3 എണ്ണം സുമേഷിന് കൊടുത്തു. ഇനി ബാക്കി എത്ര തേങ്ങയുണ്ട്? സാറേ, ഒന്ന് ചോദിക്കട്ടെ, സാർ എന്തിനാ സുമേഷിന് തേങ്ങ കൊടുത്തേ? അവന്റെ വീട്ടിൽ ഒരുപാട് തെങ്ങുണ്ട്. അവൻ കാശുള്ള വീട്ടിലെ കുട്ടിയാ. സാറിന് ആ തേങ്ങ മനോജിന് കൊടുത്തോടായിരുന്നു. അവന്റെ വീട്ടിലാണ് ഒരു തെങ്ങ് പോലും ഇല്ല. ഇന്നലെ അവൻ തേങ്ങ ഇല്ലാത്തത് കൊണ്ട് മുളകും കൂട്ടിയാ ചോറുണ്ടത്. അവന് ആ തേങ്ങ കൊടുത്തിരുന്നേൽ അവൻ ഇന്ന് ചമ്മന്തി അരച്ച് ചോറ് കൊണ്ടുവന്ന് കഴിച്ചേനെ. പാവങ്ങൾക്ക് കൊടുക്ക് സാറേ. എന്ത് പണിയാ സാറേ ഇത്? അല്ലേൽ 10-20 കിലോ അരിയോ സാധനമോ വാങ്ങിച്ചു കൊടുക്ക്, പുണ്യമെങ്കിലും കിട്ടും സാറിന്. എല്ലാം ഉള്ളവർക്ക് തന്നെ കൊടുക്കുക. ഇനി മനക്കണക്കും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. നമുക്കിനി ഹിന്ദി പഠിക്കാം. ഹിന്ദി വേണോ സാറേ? മേ ജാൻതാഹും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? എനിക്ക് ജാനുവിനെ അറിയാമെന്ന്. എനിക്കും അറിയാം മാഷേ, തൻഷയുടെ മുത്തശ്ശിയല്ലേ? മിണ്ടാതിരിയടാ. മേ ജാൻതാഹും എന്ന് പറഞ്ഞാൽ എനിക്കറിയാമെന്നാണ്. ഹരേ ചോർ ആയാ ഹേ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയാം സാർ, ചോർ ആയ കൊണ്ടുവന്നല്ലേ. മാഷേ, അവളുടെ ചോറല്ല, എന്റെ ചോറ് ആയ ചേച്ചി കൊണ്ടുവന്നത്. ചോർ ആയാ ഹേ എന്ന് പറഞ്ഞാൽ കള്ളൻ വന്നു എന്നർത്ഥം. നിങ്ങളെ രക്ഷിതാക്കളൊക്കെ ഇപ്പൊ ഇങ്ങെത്തും. ഇന്നല്ലേ നിങ്ങളുടെ ക്ലാസ് PTA? സാറേ, എന്നെ കൊണ്ട് നല്ലത് മാത്രം പറഞ്ഞാ മതിയേ. എന്നെ കൊണ്ടും ഇല്ലേ പിന്നെ എന്ത് ചോദിച്ചാലും ഈ കുറ്റം പറഞ്ഞത് മാത്രമേ പറയൂ. എന്നിട്ടും നിങ്ങൾക്കൊരു മാറ്റവുമില്ലല്ലോ. അതിനൊരു മാറ്റം ഉണ്ടാവില്ല, ഇതിനും ഒരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങളുടെ പാരൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ക്ലാസ്സിലിരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക.
ഫസ്റ്റ് ടേം എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള മീറ്റിംഗ് ആണ്. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ കുട്ടിയെ പറ്റി മനസ്സിലാക്കാനും വിലയിരുത്താനുമുള്ള സമയമാണ്. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ കുട്ടിയെ പറ്റി സംസാരിക്കുക. എന്തൊക്കെയാണ് അവന്റെ നല്ല വശങ്ങൾ, എന്തൊക്കെയാണ് അവരിൽ നമ്മൾ ഒത്തുചേർന്ന് മാറ്റിയെടുക്കേണ്ടത്, അതൊക്കെ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയുക. സാറേ, എന്റെ കുട്ടി വീട്ടിൽ നിന്നും ഒന്നും കൃത്യമായി പഠിക്കുന്നില്ല. ഞാൻ അടുത്തിരുന്നാൽ മാത്രമേ അവൾ പഠിക്കുകയുള്ളൂ. എപ്പോഴും മൊബൈലാ സാറേ. ഞാൻ എവിടെ ഫോൺ വെച്ചാലും അവനത് കണ്ടെത്തും, ഉപയോഗിക്കും. എന്റെ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും ഞാനാ ചെയ്തു കൊടുക്കുന്നേ. പുസ്തകം പോലും ഞാനാ എടുത്തു വെക്കുന്നേ. അവക്ക് പഠിക്കേ വേണ്ടു. അതുപോലും പറ്റുന്നില്ല. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നില്ല. പരീക്ഷ ഞാൻ ഓർമ്മപ്പെടുത്തിയാലേ അവനറിയൂ. ഈ എക്സാമിന്റെ കാര്യം ക്ലാസ്സിൽ പറയാതെയാണോ സാർ ഗ്രൂപ്പിലിടുന്നത്? നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഞാൻ കേട്ടു. ആദ്യമായി ഞാനൊരു കാര്യം പറയട്ടെ. നാം ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. ഈ മൊബൈൽ ഉപേക്ഷിച്ച് നമുക്കൊരു ജീവിതം സാധ്യമാണോ എന്നറിയില്ല. എന്തായാലും ഏതു കാര്യത്തെയും നിഷ്കർഷതയോടെ സമീപിച്ചാലേ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും കഴിയൂ. നിങ്ങൾ രക്ഷിതാക്കൾ എല്ലാം ചെയ്തു കൊടുക്കുന്നു എന്നതിലപ്പുറം എല്ലാം ചെയ്യാൻ പ്രാപ്തരാക്കുന്നു എന്നതിലായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ മൊബൈൽ ഉപയോഗിക്കാൻ അവസരം കൊടുത്തത് നിങ്ങളല്ലേ? പിന്നെ എക്സാമിന്റെ കാര്യം ക്ലാസ്സിലും പറയുന്നുണ്ട്, ഡയറിയിലും എൻ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളാണത് ഗ്രൂപ്പിലിടണമെന്ന് പറയുന്നത്. കൃത്യമായ പഠനശീലം, പഠന സമയം ഇവ ഒരുക്കി കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. നാം ഷോപ്പിങ്ങിനും മറ്റു ഫംഗ്ഷൻസിനും പോകുന്ന സമയത്ത് കുട്ടികൾ അവരുടെ കാര്യങ്ങൾ ചെയ്തതിനു ശേഷമാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താറുണ്ടോ? നമ്മുടെ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്നാണ് അത് കുട്ടികളിലേക്ക് എത്തുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ ബഹുമിടുക്കരാണ്. അവർക്ക് എപ്പോൾ, എന്ത്, എങ്ങനെ എന്ന് നാമാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത് നമ്മൾ രണ്ടു കൂട്ടരും ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ നക്ഷത്രം പോലെ തിളങ്ങും. അങ്ങനെ ജ്വലിക്കുന്ന നക്ഷത്രങ്ങളായി മാറ്റാൻ നമ്മൾ രണ്ടുപേരും പ്രയത്നിക്കുമ്പോൾ അവർ രാജ്യത്തിന്റെ സമ്പത്തായി മാറും. അങ്ങനെയാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ. അടുത്ത ടേമിന് ഇതിലും മികച്ചൊരു റിസൾട്ട് കാഴ്ചവെക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.